ഹായ് മക്കളെ, കമ്പ്യൂട്ടർ സയൻസ് പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് തുടങ്ങാം. അതിൽ 3 പാർട്ടാണ് അല്ലേ? പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എ എന്താ? പാർട്ട് എ പ്രോഗ്രാമിംഗ് C++ ചെയ്തു തുടങ്ങിയ അല്ലേ? യെസ്, പ്രോഗ്രാമിംഗ് C++ ചെയ്യുന്നത് നമ്മൾ എന്തിലാണ്? ജീനിയിലാണ് അല്ലേ? അപ്പം എല്ലാവരും ഉബണ്ടുവിൽ നമ്മൾ എന്തെടുക്കൂടാ? ജീനി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും, ജീനി എടുക്കും അല്ലേ? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലുള്ള ഒരു എംബ്ലം ഉണ്ടാവും, അത് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. യെസ് മക്കളെ, നമുക്ക് തുടങ്ങി നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എന്താ ഇതെന്താ സാധനം? ഞാൻ ഈ എഴുതുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താ ഞാൻ എഴുതുന്നത്? കമൻസ് ആണ് അല്ലേ? എന്താണെന്നുള്ള പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് കമൻസ്, സിംഗിൾ ലൈൻ കമൻസ്. നമുക്ക് ഡയറക്റ്റ് കോഡിലേക്ക് നോക്കാം. യെസ്, കോഡ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളൂ. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -b +or -√(b²-4ac) ആണ് അല്ലേ? അപ്പോൾ അത് കിട്ടണമെങ്കിൽ കോയിഫിഷ്യൻ്റ് കിട്ടണം. അപ്പോൾ A വേണം, B വേണം, C വേണം, √1 വേണം, √2 വേണം. യെസ്, അപ്പോൾ 5 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ കോയിഫിഷ്യൻ്റ് റീഡ് ചെയ്യണം. എന്താ? എൻ്റെ 3 കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുക്കും. അപ്പോൾ ആ വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. C(a), B(c) ഇൻപുട്ട് ചെയ്താൽ ഫസ്റ്റ് ചെയ്യേണ്ട പണി അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് A എന്താവണം? >0 ആണോ? അപ്പോൾ =0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചുമ്മാ A =0 ആണോ ചെക്ക് ചെയ്യുക. A =0 ആണെങ്കിൽ കാൽക്കുലേഷൻ ഈസ് നോട്ട് പോസിബിൾ, പ്രിന്റ് ചെയ്തു. അതർവൈസ് റിട്ടേൺ 0. അതർവൈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എന്താ ചെയ്യുക? യെസ്, -b +or -√(b²-4ac/2a) ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടാസ്ക് ഡിസ്ക്രിമിനന്റ് ഫൈൻഡ് ചെയ്യണം അല്ലേ? ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? b²-4ac ഫൈൻഡ് ചെയ്യാം. ഇഫ് d >0 ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ 3 ഓപ്ഷൻസ്? >0 ആവാം, =0 ആവാം, <0 ആവാം. >0 ആണെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. √1ഉം √2ഉം. എന്താണ് √1? -b പ്ലസ് സ്ക്വയർ റൂട്ട്. എന്താണ്? സ്ക്വയർ റൂട്ട്. ഈ സ്ക്വയർ റൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് CMath എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നത്. ക്ലിയർ? അപ്പം -b പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് d/2 ഇൻറ്റു A. റെഡി? അതേപോലെ √2 -b മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2/a അല്ലേ? അപ്പം ശ്രദ്ധിക്കണ്ടേ, ആ /2a ഓൾ ഡിനോമിനേറ്റർ അല്ല, ഡിനോമിനേറ്ററിലാണ്. അപ്പം ബ്രാക്കറ്റ് വേണം. ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. നമുക്ക് റൺ ചെയ്ത് നോക്കാം അല്ലേ? ദെൻ റൂട്ട്സ് പ്രിന്റ് ചെയ്യാം. സപ്പോസ് രണ്ടും ഈക്വൽ ആണെങ്കിലോ? ഡിസ്ക്രിമിനന്റ് 0 =0 ആണെങ്കിലോ? =0 ആണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഡിസ്ക്രിമിനന്റ് 0 ആണ്. അപ്പം -b/2a ആണ് ആൻസർ. അപ്പം -b/2a. റൂട്ട്സ് ആർ ഈക്വൽ എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. ദെൻ അതും അല്ലെങ്കിൽ <0 ആണെങ്കിൽ ജസ്റ്റ് എന്താ? പ്രിന്റ് റൂട്ട് ആർ കോംപ്ലക്സ്. ഞാൻ മക്കളെ അറിയുന്നതാണ്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം? കോഡ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. യെസ് ജസ്റ്റ് കോപ്പി ചെയ്ത് ജീനി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ജീനിയിൽ നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. യെസ്, ഒരു ചെറിയ പുട്ട് അല്ല, ചെറിയ മോഡിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് വരുത്താം കാണാൻ ലുക്കിന് വേണ്ടി. യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ നെക്സ്റ്റ് ലൈൻ ആണ്. യെസ്, ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ നല്ല കാണാൻ ഭംഗി ഉണ്ടാവും അല്ലേ? പ്രോഗ്രാമിൽ ചെറിയൊരു ഭംഗി ഉണ്ടാവും. C(n)B(c) A =0 ആണെങ്കിൽ കാൽക്കുലേഷൻ ഈസ് നോട്ട് പോസിബിൾ ആണ്, എല്ലാവർക്കും അറിയാം. ദെൻ ഒരു റിട്ടേൺ 0 വേണം. ആ റിട്ടേൺ 0 അവിടെ ഉണ്ട് മക്കളെ. റെഡിയാണോ? റിട്ടേൺ 0. സപ്പോസ് എന്താടാ? >0 ആണെങ്കിൽ അല്ലെങ്കിൽ A =0 അല്ല എങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ദ ഡിസ്ക്രിമിനന്റ് അല്ലേ? ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? യെസ് മക്കളെ ശ്രദ്ധിച്ചോ. b²-4ac. ഇഫ് d >0 ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടാസ്ക് ചെയ്യാനുള്ളതിനാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇടുക. √1 ഫൈൻഡ് ചെയ്യുക. -b പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് d/2a. ആ /2aക്ക് സെപ്പറേറ്റ് ബ്രാക്കറ്റ് വേണേ, അല്ലെങ്കിൽ ആൻസർ തെറ്റുവേ. യെസ്, ദെൻ √2 ഫൈൻഡ് ചെയ്യുക. അതേപോലെ √2 -b മൈനസ് ആണ് അല്ലേ? ആദ്യത്തെ പ്ലസ് ആണ്, രണ്ടാമത്തെ മൈനസ് ആണ്. /2a അഗെയിൻ ആ /2aക്ക് ഒരു ബ്രാക്കറ്റ് ഇടാം. തീർന്നു. റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ. ജസ്റ്റ് പ്രിന്റ് ചെയ്യുക. എന്നിട്ട് ആ റൂട്ട്സ് ഒന്ന് പ്രിന്റ് ചെയ്യുക. √1 ഇന്നതാണ്, √2 ഇന്നതാണ്.
റെഡി? അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ആണ്, ഡബിൾ കോട്ട്സ് ആണ്. ഡബിൾ കോട്ട്സിന് മക്കളെ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്ത് ഈ റൂട്ട് 1 റൂട്ട് 2. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്തിട്ടാലും അത് അതേപോലെ പ്രിന്റ് ചെയ്യും. അതിൽ ഒരു ടെൻഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. റൂട്ട് 2 ഈക്വൽ ടു റൂട്ട് 2 അതേപോലെ പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് സപ്പോസ് ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഏതാണിത്, അല്ല എങ്കിൽ ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് -b/2a. -b/2a കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ശേഷം സി ഔട്ട് റൂട്ട്സ് ഒന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. യെസ്, തീർന്നു. അതുമല്ല എങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം കോംപ്ലക്സ് റൂട്ട്സ് ആണ്, ജസ്റ്റ് പ്രിന്റ് ചെയ്യാം, തീർന്നു. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ഇതൊന്ന് സേവ് ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം, ഫയൽ ഒന്ന് സേവ് ചെയ്യാം. യെസ് യെസ് യെസ്, ജസ്റ്റ് ഒന്ന് ഫയൽ സേവ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്തെങ്കിലും ഒരു പേര്, എന്താ പേര് വെക്കുക? നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അപ്പോൾ ക്വാഡ്രാറ്റിക് 1.cpp നിർബന്ധമാണ്. യെസ്, അപ്പോൾ കളർ ചേഞ്ച് വന്നു. കളർ ചേഞ്ച് വന്നാൽ നിങ്ങൾ മൈൻഡിൽ കയറേണ്ടത് ഇപ്പോഴാണ് CPP പ്രോഗ്രാമിലേക്ക് ആയത്. നേരെ പോവുക, ബിൽഡിൽ കമ്പൈൽ ചെയ്യുക. യെസ്, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ഇവിടെ മെസ്സേജ് കാണാം, ഇവിടെ മെസ്സേജ് കാണാം. അല്ല, എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ ആ ഇററിനനുസരിച്ച് പ്രതികരിക്കണം. ഇറർ സപ്പോസ് ഇവിടെ ഒരു ഇറർ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സെമിക്കോളം മിസ്സായാൽ ഞാൻ കമ്പൈൽ പോയിട്ട് ജസ്റ്റ് കമ്പൈൽ ചെയ്താൽ അവിടെ ഇറർ കാണിക്കും. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ഈ ജീനി എന്ത് കാണിക്കും, എവിടെയാണോ ഇറർ എന്നുള്ളത് കാണിക്കും. അപ്പോൾ ടെൻഷൻ ആവേണ്ട, ആ ലൈനിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. യെസ്, അപ്പോൾ ആ സെമിക്കോളാണ് മിസ്സായത്. കമ്പൈൽ ചെയ്യുക, നേരെ പോവുക, ബിൽഡ് ചെയ്യുക. യെസ്, ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എക്സിക്യൂട്ട് ചെയ്തു. ഇതാ എൻ്റർ ദ കോഎഫിഷ്യന്റ്. മക്കളെ, നിങ്ങൾ പഠിച്ചു പോകണം, എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു പോകണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ -b + or -√(b² - 4ac) ചെയ്യണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂസ് അറിയണം, കോഎഫിഷ്യന്റ് അറിയണം. ജസ്റ്റ് ചുമ്മാ ഒരു 1 അടിക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ 1 ആണ്, ബിൻ്റെ വാല്യൂ ഒരു 5 കൊടുക്കാം, സിൻ്റെ വാല്യൂ 6 കൊടുക്കാം. യെസ്, ആൻസർ ഈസ് -2 -3. പക്ക ആൻസർ ആണ്. ഈ രീതിയിൽ ഒരു 2-3 ഓപ്ഷൻസ് വെറുതെ റൺ ചെയ്യാം, തീർന്നു. ഫസ്റ്റ് പ്രോഗ്രാം ഈസ് ഓവർ. ക്ലിയർ അല്ലേ? നമുക്ക് സെക്കൻഡ് പ്രോഗ്രാം നോക്കിയാലോ? യെസ് മക്കളെ, സെക്കൻഡ് പ്രോഗ്രാം ജസ്റ്റ് നോക്കാം. സെക്കൻഡ് പ്രോഗ്രാം ജസ്റ്റ് ആദ്യം PDF ഒന്ന് എടുക്കാം. മക്കളെ, സെക്കൻഡ് പ്രോഗ്രാം എന്താ ഡിസ്കസ് ചെയ്ത്? സെക്കൻഡ് പ്രോഗ്രാം യെസ് സിമ്പിൾ, വെരി സിമ്പിൾ പ്രോഗ്രാം ആണ്. ഇതൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോരാം. യെസ്, ഇൻപുട്ട് എ ഡിജിറ്റ്, ഒരു നമ്പർ അടിക്കുക. ആ നമ്പർ അടിക്കുമ്പോൾ ചെയ്യേണ്ട ടാസ്ക് അത് 0 ആണെങ്കിൽ ഞാൻ ഒരു നമ്പർ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ n ഇവിടെ ഉണ്ട്. എൻ്റർ എ ഡിജിറ്റ്, ഒരു ഡിജിറ്റ് ടൈപ്പ് ചെയ്യാം. ആ n കിട്ടി, നമ്പർ കിട്ടി. നമ്പർ കിട്ടിയാൽ ചെയ്യേണ്ട പണി, ആ നമ്പർ 0 ആണെങ്കിൽ ജസ്റ്റ് 0 എന്ന് പ്രിന്റ് ചെയ്യണം. 1 ആണെങ്കിൽ 1 എന്ന് പ്രിന്റ് ചെയ്യണം. സിമ്പിൾ. സ്വിച്ച് ഉപയോഗിക്കാം. സ്വിച്ചിൽ എന്തൊക്കെ വരിക? കേസ് വാല്യൂസ് ഉണ്ടാവും. കേസ് 0 ആണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു നോക്കുക. കേസ് 0 ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യുക, ബ്രേക്ക്. 1 ആണെങ്കിൽ 1 എന്ന് എഴുതാം, പ്രിന്റ് ചെയ്യുക. ഇങ്ങനെ പോരാ 9 വരെ. 9 കഴിഞ്ഞിട്ട് ഇതൊന്നുമല്ല എങ്കിൽ ജസ്റ്റ് പ്രിന്റ് ഇൻവാലിഡ് ഓപ്ഷൻസ്. റെഡി? ഒന്ന് പ്രോഗ്രാം ഒന്ന് കോപ്പി ചെയ്യാം. യെസ് ജസ്റ്റ് പ്രോഗ്രാം കോപ്പി ചെയ്തു ഞാൻ. മക്കളെ പഠിച്ചു പോകണം കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാമിൽ തന്നെ ജസ്റ്റ് റീപ്ലേസ് ചെയ്യാണ്. Ctrl+V. എന്നിട്ട് എന്ത് ചെയ്യാം? സേവ് ആസ് കൊടുക്കണേ മക്കളെ, കൺഫ്യൂഷൻ ആവാതെ. സേവ് ആസ് കൊടുത്തു. സേവ് ആസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇത് നമ്മളെ സെക്കൻഡ് പ്രോഗ്രാമാണ്. അപ്പം എജുപോർട്ടിൻ്റെ സെക്കൻഡ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ edu.cpp എന്ന് ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. മക്കളെ, ഇത് പ്രോഗ്രാമായി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി അലൈൻമെന്റ് ഒന്ന് വൃത്തിയാക്കിയാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഭംഗി അതിൻ്റെ ഭാഗമാണ് അല്ലെ? ഒരു പ്രോഗ്രാം സ്റ്റൈൽ എന്നാൽ, സ്ട്രക്ചർ എന്നാൽ അതൊരു വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ മക്കളെ നോക്ക്, എൻ്റർ എ ഡിജിറ്റ്. ജസ്റ്റ് നോക്ക്, ബാലൻസിങ് ഒക്കെ അവരെന്നെ പറഞ്ഞു തരും എന്താണ് പ്രശ്നം. കേസ് 0, കേസ് 1 ഒന്നും ചെയ്യാനില്ല. ഇത് പക്ക പ്രോഗ്രാമാണ് അല്ലേ? യെസ്, കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഏതാ? കണ്ടോ, ബാലൻസിങ് ആണ്. 9th ലൈനും 21th ലൈനും ജസ്റ്റ് നോക്ക്, രണ്ടും ബ്രാക്കറ്റ് ബാലൻസിങ് ആണ്. റിട്ടേൺ 0, തീർന്നു. ജസ്റ്റ് എന്ത് ചെയ്യാം? ബിൽഡിൽ പോവാം. ഫസ്റ്റ് ടാസ്ക് കമ്പൈൽ. യെസ്, എന്തോ ഇറർ ഉണ്ട്. 20th ലൈനിൽ എന്തോ ഇറർ ഉണ്ട്. എന്താ ലൈൻ? ജസ്റ്റ് അങ്ങനെ വായിച്ചു നോക്കാം, എന്തെങ്കിലും ഇറർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഡിഫോൾട്ട് സി ഔട്ട് ഇൻവാലിഡ് എൻട്രി എന്നാണ്. ഇൻവാലിഡ് എൻട്രി എന്നുള്ള ഇവിടെ പാരാമീറ്റർ വരണമെങ്കിൽ എന്താണ്? ഡിഫോൾട്ട്. യെസ് സി ഔട്ട് അല്ലേ? ഇവിടെ എന്താ വന്ന് ഡബിൾ കോട്ട് ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവും.
യെസ്, ഡബിൾ കോട്ട് ഒന്ന് മാറിപ്പോയതാണ്. യെസ്, എന്നിട്ട് ഒന്ന് ജസ്റ്റ് സേവ് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. ദാ കമ്പൈൽ ചെയ്തു. യെസ്, സക്സസ്ഫുൾ. അങ്ങനെ നമ്മൾ ലൈവായിട്ട് അല്ലേ, ലൈവായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ബിൽഡ്. യെസ് 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 മക്കളെ, രണ്ടാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇതാ വരുന്നു. എൻ്റർ എ ഡിജിറ്റ് എന്താ ചെയ്യാം, ഒരു 4 അടിക്കാം. യെസ്, ഇൻപുട്ട് ചെയ്തു 4. ഒന്നുകൂടി റൺ ചെയ്യണമെങ്കിൽ ബിൽഡ് പോവാം, എക്സിക്യൂട്ട് അല്ലേ. രണ്ടത്തെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സിക്യൂഷൻ്റെ സമയത്ത് കമ്പൈലും ബിൽഡൊക്കെ ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല എങ്കിൽ നമുക്ക് വീണ്ടും എക്സിക്യൂട്ട് ചെയ്താൽ മതി. വീണ്ടും കമ്പൈൽ ബിൽഡിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. യെസ്, ഏതെങ്കിലും നമ്പർ 7 അടിക്കാം. 7 അടിക്കാം. റെഡിയാണ്. 7 പ്രിന്റ് ചെയ്തു. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു നമ്പർ അടിക്കുക അല്ലേ, ഇല്ലാത്തൊരു നമ്പർ അടിക്കാം. 26 എന്നൊക്കെ അടിക്കാം. 26 ആണ് ഡിജിറ്റ് അല്ല, സോ ഇൻവാലിഡ് എൻട്രി. റെഡി. സെക്കൻഡ് വൺ ഈസ് ഓവർ. തേർഡ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. എന്താ മക്കളെ തേർഡ് പ്രോഗ്രാം? സിമ്പിൾ പ്രോഗ്രാം ആണ്. ഏതാ പ്രോഗ്രാം? സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. സമ്മിന്റെ എന്ത് പ്രോഗ്രാം വന്നാലും ചെയ്യേണ്ട ടാസ്ക് ആ നമ്പർ മുതൽ അല്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പോകണം. ഏത് വരെ പോകണം? n വരെ പോകണം. അപ്പോൾ 1 to n വരെ പോകണം. അപ്പോൾ ലൂപ്പാണ്. ഏത് ലൂപ്പ്? ഫോർ ലൂപ്പ്. ഒന്നും നോക്കണ്ട, നമ്പർ കിട്ടണം. ഇത്രയും ടാസ്ക് എല്ലാവർക്കും അറിയണമാണ്. 6 ലൈൻസ്. എന്താ 6 ലൈൻസ്? ആഷ് ഇൻക്ലൂഡ്, യൂസിങ്, ഇൻഡ് മെയിൻ. ഒരു നമ്പർ കിട്ടണം. സോ ഇന്ത്യൻ സി ഔട്ട്, സി ഇൻ, 6 ലൈൻ. 1 to n ആണ് നമുക്ക് സം ചെയ്യേണ്ടത്. അപ്പോൾ 1 മുതൽ n വരെ പോകാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പ്. ദെൻ സമ്മിന്റെ പ്രോഗ്രാം സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. സ്ക്വയർ ചോദിക്കുകയാണെങ്കിൽ, സ്ക്വയർ ആണ് ചോദിക്കണമെങ്കിൽ ഐ സ്ക്വയർ. സം ഈക്വൽ ടു സം പ്ലസ് ഐ സ്ക്വയർ. വെറും സം മാത്രമാണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ മതി. ഐ കാൽക്കുലേറ്റ് ചെയ്യാം, തീർന്നു. ദെൻ സം പ്രിന്റ് ചെയ്യാം. നേരെ കോപ്പി ചെയ്യല്ലേ? യെസ്, കോപ്പി ചെയ്യാം. കൺട്രോൾ സി, ജസ്റ്റ് കോപ്പി ചെയ്തു. ഞാൻ ജീനിയിലേക്ക് വന്നു, പേസ്റ്റ് ചെയ്തു. യെസ് മക്കളെ, ഒന്നും ചെയ്യാനില്ല. ഞാൻ ഈ പറഞ്ഞ തന്നെ അതേ പ്രോഗ്രാം തന്നെ മക്കളെ. ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഫയലിൽ സേവ് ചെയ്യാം. സേവ് ആസ്. എന്താ ചെയ്യുക? എജു പോർട്ട് നിങ്ങൾക്ക് വേണ്ടി 3ാമത്തെ പ്രോഗ്രാമാണ് ഇറക്കിയത്. സോ eju3.cpp കമ്പൈൽ ചെയ്തു. ഇനി ഒന്ന് കമ്പൈൽ ചെയ്യാം. എന്താ കമ്പൈൽ ചെയ്യാനുള്ള പ്രൊസീജിയർ? സെയിം കമ്പൈൽ, ബിൽഡിൽ കമ്പൈൽ, ഒരു പ്രശ്നമില്ല. ബിൽഡ് കൊടുക്കാം. യെസ്, ബിൽഡിൽ എക്സിക്യൂട്ട്. തീർന്നു. എൻ്റെ ദ ലിമിറ്റ് എന്താ മക്കളെ കൊടുക്കേണ്ടേ? ഞാൻ 5 ആണ് കൊടുക്കണമെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വരണം. യെസ്, 55. യെസ്, സം ഈക്വൽ 55. 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്. 25 പ്ലസ് 16 41 ആണ്. 41 പ്ലസ് 9 50 ആണ്. 50 പ്ലസ് 4 54 ആണ്. പ്ലസ് 1 55. സിമ്പിൾ. തീർന്നു. സെറ്റ് അല്ലേ? യെസ്, ഫോർത്ത് പ്രോഗ്രാം ജസ്റ്റ് നോക്കി നോക്കാം. ഫോർത്ത് പ്രോഗ്രാം ആദ്യം പ്രോഗ്രാം എന്താണെന്നുള്ളത് പഠിക്കണം. ഏതാ പ്രോഗ്രാം? യെസ്. ഫോർത്ത് പ്രോഗ്രാം ഇൻപുട്ട് ആൻഡ് ഇൻഡിജർ നമ്പർ ചെക്ക് വെദർ ഇറ്റ് ഈസ് എ പാലിൻഡോം ഓർ നോട്ട്സ്. ആദ്യം അറിയേണ്ടത് പാലിൻഡോമിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. എന്താ പാലിൻഡോം? ഒരു നമ്പർ ടൈപ്പ് ചെയ്യാം, ആ നമ്പറിന്റെ ജസ്റ്റ് റിവേഴ്സ് ഫൈൻഡ് ചെയ്യുക. അപ്പൊ റിവേഴ്സ് ആണ് ഇവിടുത്തെ മെയിൻ ലോജിക്. ഒരു നമ്പർ കിട്ടിയാൽ റിവേഴ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 6 ലൈൻസ്. ഏതാ 6 ലൈൻസ്? ഈ 6 ലൈൻസ് കോമൺ ആണ്. ആഷ് ഇൻക്ലൂഡ്, യൂസിങ്, ഇൻഡ് മെയിൻ. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാം, ഇന്ത്യൻ, ദെൻ സി ഔട്ട്, സി ഇൻ. തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ നമ്പർ നമുക്ക് റിവേഴ്സ് ചെയ്യണം. നമ്പർ റിവേഴ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മോഡുലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡിവിഷനാണ്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടും. 123 12 ആവും, 12 പിന്നെ 1 ആവും. അപ്പോൾ നമ്മൾ ഒറിജിനൽ നമ്പർ ഇല്ലാതായി പോകും. അപ്പോൾ ഒറിജിനൽ നമ്പർ ആദ്യം തന്നെ കോപ്പി ചെയ്യണം. ഒറിജിനൽ നമ്പർ അവിടെ കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്താണ് നമ്മൾ ഒറിജിനൽ നമ്പർ. ഇപ്പം എന്നോ ആണ്. ആ നമ്പറിനെ ഞാൻ നം എന്നുള്ള വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ഇനി എന്താ അടുത്ത ടാസ്ക്? യെസ്, നമ്പർ ഇങ്ങനെ പൊട്ടിക്കണം ഗ്രേറ്റർ ദാൻ 0 ആണ് വരെ. നമ്പറിൻ്റെ മോഡ് 10 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടേ റിമൈൻഡർ എടുക്കും. അതായത് 123ന്റെ മോഡ് 10 എന്ന് പറയുമ്പം ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 3 എടുക്കും. എന്നിട്ട് അതെന്തിലേക്ക് കൂട്ടും? റിവേഴ്സിലേക്ക് ഒട്ടിപ്പിടിക്കും. റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. എന്നിട്ട് നമ്പർ ഈക്വൽ ടു നമ്പർ ഡിവൈഡ് ബൈ. ഈ 3 സ്റ്റെപ്പ് സത്യത്തിൽ എന്തിനുള്ളതെന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിൻ്റെ വാല്യൂ എന്തായി? നമ്മൾ കൊടുത്ത നമ്പറിന് നേരെ റിവേഴ്സായി. റെഡി? ഒന്നുകൂടി പറഞ്ഞുതരാം. 123 മോഡ് 10 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ആ 3 നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. യെസ്, പോയിന്റ് ഔട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ആ കിട്ടിയ 3നോട് കൂടെ ബാക്കിയുള്ള നമ്പേഴ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്നതിന് ഓപ്പറേറ്ററാണ് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. തീർന്നു.
ഒറിജിനൽ നമ്പറും റിവേഴ്സും നേരത്തെ കോപ്പി ചെയ്ത് വെച്ച നമ്പർ ഇതാ, ഇതാണ് നമ്മളെ ഒറിജിനൽ നമ്പർ. ഇത് കോപ്പിമേലാണ് ഇപ്പോൾ ഈ ചെയ്ത എല്ലാ പരിപാടിയും ടാസ്കും. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ആയാൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൈം നമ്പർ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ അല്ല, ഇറ്റ് ഈസ് എ പാലിൻഡ്രോം നമ്പർ. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ പാലിൻഡ്രോം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യാം, ജീനിയിൽ കൊണ്ടുവരാം. യെസ്, ജീനിയിലേക്ക് വരാം. കോപ്പി ചെയ്തു. കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആഷിങ്ങിലൂടെ ഇൻഡ് മെയിൻ നമ്പർ കിട്ടി, ദെൻ നമ്പർ കോപ്പി ചെയ്തു. കോപ്പി ചെയ്താൽ വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പാണ് പഠിക്കേണ്ട മെയിൻ സാധനം. നമുക്ക് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ദാ റിമൈൻഡർ എടുക്കും. റിവേഴ്സ് മക്കളെ, ഈ റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടോ, ഈ റിവേഴ്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആവണം. ഇതെങ്ങാനോ 1 ആയാൽ ഉത്തരം തെറ്റും. ഇത് 123 കൊടുത്തതെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ 323 പകരം 1321 വരും. ഒരു 1 എക്സ്ട്രാ ടച്ച് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് ആദ്യം 0. 1 കൊടുത്താൽ ഉത്തരം കിട്ടും, പക്ഷേ കിട്ടിയ ഉത്തരം തെറ്റാണ്. ദാറ്റ് എറർ ഈസ് കോൾഡ് ലോജിക്കൽ എറർ. റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്താൽ നെക്സ്റ്റ് ടാസ്ക് നം ഈക്വൽ ടു നം ബൈ 10. തീർന്നു. ഇഫ് അല്ലെ റിവേഴ്സ് കിട്ടി, ഈ റിവേഴ്സും എൻ്റെ ഒറിജിനൽ നമ്പറും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ എന്താ പാലിൻഡ്രോം നമ്പർ. എൽസ് ഇറ്റ് ഈസ് നോട്ട് എ പാലിൻഡ്രോം നമ്പർ. തീർന്നു. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഫയലിൽ പോവാം, സേവ് അല്ലേ. ജസ്റ്റ് എജു പോർട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന 4th പ്രോഗ്രാം. യെസ്, eju4.cpp സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്താടാ ഒന്ന് പറഞ്ഞോക്ക്. കൂടെ എങ്ങനെ പറഞ്ഞു പോര്. ബിൽഡില് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, ബിൽഡില് ലാസ്റ്റ് വൺ ബിൽഡില് എക്സിക്യൂട്ട്. എൻ്റർ എ നമ്പർ ഞാൻ ജസ്റ്റ് 123 എന്ന് കൊടുത്തു. യെസ്, 321 ആണ് റിവേഴ്സ്. അപ്പം വിച്ച് ഈസ് നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം നമ്പർ. അതെന്തുകൊണ്ടാ? 123 ആണ്, 321 അതിൻ്റെ റിവേഴ്സ്. അപ്പോൾ അതെന്താ നോട്ട് എ പാലിൻഡ്രോം. എന്നാൽ ഒരു പാലിൻഡ്രോം നമ്പർ കാണിച്ചു കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു പാലിൻഡ്രോം നമ്പർ പറയടാ. ഞാൻ ഒരു 7 അടിച്ചു. 7ൽ ഒരു പാലിൻഡ്രോം 3 ഡിജിറ്റിൽ വരാവുന്ന പാലിൻഡ്രോം നമ്പർ എന്താ? 7 ആദ്യം അടിച്ച സ്ഥിതിക്ക് ലാസ്റ്റും 7 ആവണം. അപ്പം നടുവിൽ വേറെ ഏതെങ്കിലും നമ്പർ 767. തീർന്ന്. ഇറ്റ് ഈസ് എ പാലിൻഡ്രോം നമ്പർ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അഞ്ചാമത്തെ പ്രോഗ്രാം എന്താ മക്കളെ? അഞ്ചാമത്തെ പ്രോഗ്രാം എന്താ? യെസ്, ഒരു നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. എന്താടാ പ്രൈം? ആദ്യം അറിയേണ്ടത് എന്താണ് പ്രൈം എന്ന് അറിയണം. ഒരു നമ്പർ ടൈപ്പ് ചെയ്തു, 24, 36, 20, 23, 53 ഏതെങ്കിലും നമ്പർ. ആ നമ്പറിനെ 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രമേ ഡിവിഷൻ പോസിബിൾ ആവുന്നുള്ളൂ എങ്കിൽ ദാറ്റ് നമ്പർ ഈസ് പ്രൈം നമ്പർ. അപ്പോൾ നമ്പർ പ്രൈം ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ? 1 കൊണ്ടും എന്തായാലും ഈ ലോകത്തിലെ ഏത് നമ്പറും 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അത് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം അതല്ലാത്ത നമ്പേഴ്സ് എടുക്കാം. ഏതാ? 2 എടുക്കാം. 2 മുതൽ ആ നമ്പറിന്റെ പകുതി വരെ എടുക്കാം. യെസ്, ഇതാണ് ലോജിക്. ഈ 6 ലൈൻസ് എല്ലാവർക്കും അറിയാം. ഈ 6 ലൈൻസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി കണ്ടിട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇതില്ലെങ്കിലും സാധനം വർക്ക് ചെയ്യും കേട്ടോ. സ്റ്റാൻഡേർഡ് ലിബ് അതൊന്നും വേണം. യെസ്, ഇത് മെയിൻ ലോജിക്. ഇതാണ് മെയിൻ ലോജിക്. നമ്പറിന്റെ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എത്ര വരെ പോവാം? നമ്പറിന്റെ ഹാഫ് വരെ പോവാം. നമ്പർ ഡിവൈഡ് ബൈ 2 വരെ പോവാം. അതിൻ്റെ ഉള്ളിൽ ഓരോ നമ്പറിനെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്പറിനെ ഐ കൊണ്ട് മോഡ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? നമ്പറിനെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് 1ഉം ആ നമ്പർ അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവിഷൻ പോസിബിൾ ആയാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് എ പാലിൻഡ്രോം, നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പം നോട്ട് എ പ്രൈം എന്നുള്ള ലോജിക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുക ടാസ്ക് ആണ്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു വേരിയബിൾ എടുത്തു. ഏതാ വേരിയബിൾ? ഫ്ലാഗ്. ഞാൻ ഫ്ലാഗ് എന്ന് കൊടുക്കാം. FLG എന്നാണ് ഇവിടെ കൊടുത്തത്. FLG = 0. അപ്പൊ ഇനീഷ്യൽ ഫ്ലാഗിന്റെ വില എന്താണ്? 1 ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാം ഫ്ലാഗ് ഓൾവേസ് 1 ആണ്. എപ്പോഴെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഫ്ലാഗ് 0 ആയി. ദാറ്റ് മീൻസ് ഡിവിഷൻ പോസിബിൾ ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? നോട്ട് എ പ്രൈം. അപ്പൊ ഫ്ലാഗ് 0 ആയാൽ സ്പോട്ടിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. കണ്ടോ, ഇത് ഫ്ലാഗ് 1ൽ തന്നെ നിൽക്കുകയാണെങ്കിൽ 0 ആവാതെ
1ൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത ആദ്യത്തെ ഇനീഷ്യൽ വാല്യൂ ഫ്ലാഗിന്റെ വില 1 ആണ്, അതിൽ തന്നെ തുടരുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. തീർന്നു. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക്. യെസ്, കോഡ് ചെയ്ത് നോക്കാം നമുക്ക്. കോഡ് ചെയ്ത് നോക്കാം. യെസ്, കൺട്രോൾ സി കോപ്പി ചെയ്തു. ജീനിയിലേക്ക് വരാം. തീർന്നു മക്കളെ. ഒന്ന് നോക്കാം. അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്താ സ്റ്റാൻഡേർഡ് ലൈബ്രറിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നാല് 6 ലൈൻസ്. യെസ്, ഈ 6 ലൈൻസ് കോമൺ. ഇൻപുട്ട് കിട്ടി. 2 മുതൽ ആ നമ്പർ വരെ ഡിവൈഡ് ചെയ്യാം. ദാ ഈ ലോജിക്, മെയിൻ ലോജിക്. നമ്പറിനെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉടനെ ഫ്ലാഗിന്റെ വില 0 ആക്കാം. ഫ്ലാഗ് 1ൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? ആദ്യം ഒന്ന് സേവ് ചെയ്യാം അല്ലേ? ജസ്റ്റ് സേവ് ചെയ്യാം. എജു പോർട്ടിന്റെ 5th പ്രോഗ്രാം. യെസ്, എജു. നിങ്ങൾക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് 5th പ്രോഗ്രാം എജു പോർട്ട് നൽകുന്ന 5th പ്രോഗ്രാം. സോ എജു 5.cpp. മക്കളെ .cpp മറക്കരുത്. ബിൽഡിൽ വരിക, കമ്പയർ ചെയ്യാം. യെസ്, എന്തോ എറർ ഉണ്ട് അല്ലേ? ഏതാ? ബ്രാക്കറ്റ് ബാലൻസിങ് ആണ് പ്രശ്നം. ബ്രാക്കറ്റ് ബാലൻസിങ്. എന്താണ് ബ്രാക്കറ്റ് ബാലൻസിങ്? യെസ് 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 23rd ലൈനിൽ യെസ് നോട്ട് എ പ്രൈം എന്നുള്ള നമ്പർ കാണുമ്പോൾ നോട്ട് എ പ്രൈം ഡബിൾ കോട്ട് ഇടാം. തീർന്നു. യെസ്, ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. കമ്പൈൽ. യെസ്, ക്ലിയർ ആണ്. ദെൻ കമ്പൈൽ ചെയ്താ ബിൽഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാം. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. 50 എന്തെങ്കിലും നമ്പർ എടുക്കാം. 53 ഈസ് എ പ്രൈം നമ്പർ. ദാറ്റ്സ് ഓൾ. ഒറ്റ ഇയർ ഒന്നുകൂടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ് ഒരു 26 അടിച്ചു നോക്കാം. 26 പറഞ്ഞാൽ എന്താടാ? നോട്ട് എ പ്രൈം ആണ്. നോട്ട് എ പ്രൈം. ദാറ്റ്സ് ഓൾ. 5 പ്രോഗ്രാം നമ്മൾ ചെയ്തു. റെഡി അല്ലേ?